പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള ഒരു ബേസിക് ആപ്പും ഒരു വൈഫൈ കണക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ നമ്മൾ ഈ പുറകെ കാണുന്ന പോലെ ഒരു മോട്ടർ ഓൺ ചെയ്യാനും അതേപോലെ തന്നെ ഒറ്റ ക്ലിക്കിൽ ആ മോട്ടർ ഓഫ് ചെയ്യാനും പറ്റുന്ന ഒരു ചെറിയ ഡിവൈസാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വൈഫൈ സ്മാർട്ട് സ്വിച്ചാണ്. അതായത് എസ് ഓൺ ഓഫ് എന്നാണ് അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം 1000 രൂപയോളം താഴെയാണ് ഇതിന് വില വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ആക്ച്വലി നമുക്കിത് നമ്മുടെ വീട്ടിലെ റൗട്ടറിൽ കണക്ട് ചെയ്ത് വൈഫൈ വഴി നമുക്ക് എന്ത് ഡിവൈസുകൾ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതേപോലത്തെ ചെറിയ ഡിവൈസുകളിൽ നോർമലി വരുന്ന കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ മോട്ടർ പോലെയുള്ള വലിയ ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു കോൺടാക്റ്റോ റിലേയോ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ വയർ ചെയ്തിട്ട് ഈ ഒരു മോട്ടർ നമ്മുടെ ഒരു പഴയ സബ്മേഴ്സിബിൾ പമ്പ് എന്നിതിൽ വർക്ക് ചെയ്യുമോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഡിവൈസാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷനിലുള്ള പോയിന്റുകൾ ഫിക്സ് ചെയ്യാൻ, അതായത് എക്സ്പോസ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂസാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ കാറ്റലോഗ് മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ മാക്സിമം കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്, മാക്സിമം ലോഡ് കൊടുത്തിരിക്കുന്നത് 10 ആമ്പിയറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഇൻപുട്ട് കറണ്ട് കൊടുത്ത് ഇത് വൈഫൈയിൽ ഒന്ന് പെയർ ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം നമ്മുടെ ഒരു കോൺടാക്ടർ, നമ്മുടെ ഇതാണെന്ന് എടുത്തിരിക്കുന്ന കോൺടാക്ടർ, ഒരു 2 പോൾ കോൺടാക്ടർ വയർ ചെയ്തിട്ട് ഈ കോൺടാക്ടർ ത്രൂ നമ്മുടെ മോട്ടറും വർക്ക് ചെയ്യിക്കാം. കാരണം ഡയറക്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേ ഇത്രയും കറണ്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ റിലേ മൊത്തം ഒട്ടിപ്പോവും, അപ്പോൾ കംപ്ലൈൻ്റ് ആയിപ്പോവും. അപ്പോൾ അതിന് പകരം നമ്മളതൊരു കോൺടാക്ടറിലേക്കായിരിക്കും വയർ ചെയ്യുക. ആദ്യം ബേസിക്കായിട്ട് ഇത് മാത്രം നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് പെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ജസ്റ്റ് ന്യൂട്രലും ഫേസും ഇൻപുട്ട് മാത്രം കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിവൈസ് ഓൺ ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു വൈഫൈയുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്കത് ഓൺ ആയി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ക്വിക്ക് പെയറിങ്ങിൽ കൊടുക്കുക. അതിൽ ആഡ് 1 ഡിവൈസ്, അതിൽ നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ചെയ്ത് പോവുക. അത് കഴിയുമ്പോൾ ആ ഡിവൈസ് കണക്ട് ചെയ്യാനാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഞാനിത് ആദ്യമേ കണക്ട് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതുകൊണ്ടായിരിക്കാം ഇതേപോലെ വന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയേക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കൗണ്ട് ഡൗൺ കാണിച്ചിട്ട് രജിസ്റ്ററിങ് ഡിവൈസ് വരും. അത് കഴിഞ്ഞ് ഡിവൈസ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് വരും. അപ്പോൾ 1-2 തവണത്തെ ട്രയൽ ആൻഡ് എറർ നിങ്ങൾക്ക് വേണ്ടി വരും ഒരുപക്ഷെ ഇത് എത്താനായിട്ട്. അതിനുശേഷം ഓണും ഓഫും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമുക്കതിപ്പോൾ ആ സ്ക്രീൻ തന്നെ വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഡിവൈസ് നെയിം എഴുതിയേക്കുന്നതിൽ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഫുൾ സ്ക്രീനായിട്ട് വരും. അപ്പോൾ നമ്മൾ പെയറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇതേപോലെ ആപ്പിൽ നമ്മുടെ ലിസ്റ്റ് കാണിക്കും. ഇതിൽ നമ്മളിത് ഈ ഓൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ഓണായി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് ഓഫ് ആവുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ കളറിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റാണ് സ്വിച്ചിങ് വരുന്നത്. ഓണാക്കാം, ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഓൾറെഡി കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ഡിവൈസിൽ നിന്നുള്ള ഔട്ട്പുട്ട് നേരെ കോൺടാക്ടറിൻ്റെ കോയിലിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്കതൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. നമ്മളിത് പ്രസ് ചെയ്യാൻ നേരത്ത് അത് കോൺടാക്ടർ പിടിക്കുന്നുണ്ട്. നമ്മൾ ഓഫ് ചെയ്യാൻ നേരത്ത് കോൺടാക്ടർ വിട്ടു പോകുന്നു. അപ്പോൾ ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഈ കോൺടാക്ടർ നേരെ വയർ ചെയ്ത് നമ്മുടെ മോട്ടർ നമുക്ക് വെള്ളത്തിലിടാം. മോട്ടർ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വൈഫൈ ത്രൂ ആ മോട്ടർ വർക്ക് ചെയ്യുമോ, മറ്റ് കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മോട്ടർ ഇതാ വെള്ളത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആദ്യം ഡിവൈസിൽ നിന്നുള്ളത് കോയിലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കോൺടാക്ടറിൽ നിന്ന് നമ്മുടെ ഔട്ട് നേരെ മോട്ടറിലേക്ക് കൊടുത്തു. മോട്ടറിൻ്റെ കപ്പാസിറ്റർ, സബ്മേഴ്സിബിൾ പമ്പ് ആയതുകൊണ്ട് അതിന് കപ്പാസിറ്റർ വേണം. അത് നമ്മൾ ഓൾറെഡി ലൈനിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ വൈഫൈയിൽ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇനി ജസ്റ്റ് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവും. അതേപോലെ തന്നെ ഓഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ആസ് ലോങ് ആസ് ഇത് ഈ വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ വൈഫൈയിൽ നിന്നോ മൊബൈൽ ഡാറ്റ വെച്ചിട്ടോ ഈ ഡിവൈസ് എവിടെ ഇരുന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് വേണമെങ്കിൽ ടൈമറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ കുറേ ഫീച്ചേഴ്സ് ഇതിൽ മറ്റ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ.
നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചറിയാം അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് ഏകദേശം 13-14 ആംപിയറിൽ വന്നിട്ടാണ് ആ മോട്ടർ സ്റ്റാർട്ടാകുന്നത്. അതായത് സ്റ്റാർട്ടിങ് കറണ്ട് 13.3 വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളത് ആ ഡിവൈസ് ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാർട്ടിങ് കറണ്ടിൻ്റെ സമയത്ത് തന്നെ അതിൻ്റെ റിലേ കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ നമ്മൾ നിലവിൽ വൈഫൈയിലല്ല, നമ്മുടെ മൊബൈൽ ഡേറ്റയിലാണ്. നമ്മളിപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ പോലും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് മൊബൈൽ ഡേറ്റയിൽ തന്നെ കണക്ട് ചെയ്ത് ഇത് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആപ്പിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ നമുക്കിത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക സമയത്ത് ഓൺ ആവാനും ഒരു പ്രത്യേക സമയത്ത് ഓഫ് ആവാനും ഉള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടൈമർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോൾ ഓൺ ചെയ്താലും ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓഫ് ആവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇറിഗേഷനൊക്കെ ഓട്ടോമാറ്റിക് ഇറിഗേഷനൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇറങ്ങുന്ന ഒരു ചെറിയ ഡിവൈസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസും ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതേപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഇതേപോലെ സിമ്പിളായിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.